പുറത്തും പോയിട്ട് കൊണ്ടുവരണം, ഉള്ളിലത്തെ കാര്യം നോക്കണം, കുട്ടികളും ഹാൻഡിൽ ചെയ്യണം, അത് ഇത് എല്ലാം കാര്യം ഒറ്റൊരാൾ ചെയ്യുമ്പോൾ ലൈഫ് ഫുള്ള് സ്ട്രെസ്സാവും. സബറില്ല, ചേട്ടന് സബറില്ല, ചേട്ടൻ്റെ സബർ നഷ്ടപ്പെട്ടിട്ടാണ്. ഇന്നെന്താ സ്നാക്സ് തിന്നത്? സ്നാക്സ് ടേസ്റ്റ് ഇല്ല. പിന്നെന്താക്കുന്നേ? യൂട്യൂബ് ടി വിയിലുണ്ടല്ലേ? ഉണ്ടോ? യൂട്യൂബ് ടി വിയിലുണ്ടോ? ഇല്ലെങ്കിൽ തന്നെ പറഞ്ഞ ഹോംവർക്ക് ആക്കി കഴിഞ്ഞല്ലേ? യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാൻ പോകുന്നതാണ് കേട്ടോ. കുട്ടികളെ ഹവാണ്. അപ്പോൾ ഇന്ന് നോമ്പൊക്കെ തുറക്കുന്ന പുറത്താണ് പ്ലാൻ ഇട്ടത്. പുറത്തില്ലെങ്കിൽ വീട്ടിൽ, ഇല്ലെങ്കിൽ പുറത്തിലത്തെ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് വീട്ടിൽ നോമ്പ് തുറക്കും, ഇല്ലെങ്കിൽ പുറത്താണ്. അങ്ങനെയാണ് പ്ലാൻ നമ്മളിത്. നോക്കാം ഇൻഷാല്ലാ. പിന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഗ് ഇവിടെ വെച്ചിട്ടൊന്നുമല്ലല്ലോ. ബാഗ് വേണമായിരുന്നു. ഒരു സിം കാർഡ് പോർട്ട് ചെയ്യണമായിരുന്നു. അവിടെയൊക്കെ ഒത്തിരി പണികളുണ്ട്. പിന്നെ 4 ടെസ്റ്റാണ് എനിക്ക്. ടെസ്റ്റുണ്ടതും എന്താക്കും. ഇഷു ഉമ്മച്ചിൻ്റെ ബാഗ് നോക്കിക്കണേ. ഇഷു ഉമ്മച്ചിൻ്റെ ബാഗ് ഇല്ല കേട്ടോ, സാറില്ല. ബാഗ് വിട്ട് പോയത്, ബാഗ് തപ്പാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് പോവാം അവർക്ക് ഡ്രസ്സ് വാങ്ങാൻ. ഒരാൾ റെഡി ആയിട്ടുണ്ട്, 2 ആൾ റെഡി ആയിട്ടുണ്ട്. ബാണ് കേട്ടോ. അവിടെ ലോറി ഇട്ടാണ്, അതിൻ്റെ കല്ല് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 40 to 45 മിനിറ്റ്സ് ആവും അത്ര. അപ്പോൾ ഇന്ന് പോകുന്ന പരിപാടി നടക്കൂല. വന്നു കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കപ്പോൾ ചിക്കൻ ബോൾസ് ഉണ്ടാക്കുക, അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അത് 40-45 മിനിറ്റ് ആവൂല. അവിടെ കല്ലെടുത്തോളൂ ലോറി നിപ്പാട്ടിട്ടാ. 40-45 മിനിറ്റ് ആവും. ലോറി എടുക്കാവൂല്ലേ? നാളെ പോവാ. നാളെ ഇപ്പോൾ ഉച്ചവരല്ലേ ഉള്ളത്, ഇസ്ലാം സ്കൂളല്ല. അപ്പോൾ ഇന്നത്തെ പരിപാടിക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനുണ്ടല്ലോ ഗൈസ്, എത്ര പാടാന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം വീട് വേണമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ മുങ്ങിയാന്നല്ലേ ഇവിടെ പെയിൻറ്റ് കൊടുത്തത്. അപ്പോൾ അപ്പറിപ്പറ നോക്കുമ്പോഴത്തേക്കും അതിൽ കീച്ചിക്കണം. ഇപ്പോൾ ആൾക്കാർ അവർ ഓണസ് ദേശം പിടിച്ചില്ലേ, ഇങ്ങനെ ഇത് പോവില്ലല്ലോ. ക്രയോൺസ് ഒരിക്കലും പോവില്ല. അപ്പോൾ ഇതൊന്നും ഇന്ന് ഉണ്ടാക്കാനുള്ള മൂഡ് ഒന്നുമില്ല എനിക്ക്. എല്ലാം മൂഡ് പോയി. കാരണം മതിൽ കീച്ച് നമ്മൾ പുതിയ മിഞ്ഞാത്ത പോലെ പെയിൻറ്റ് അടിച്ചതാണ് കഴിയുക. അവരോടാണെങ്കിൽ നമ്മൾ എന്ത് പറയാനാണ്. കൊണ്ട മീൻസ് എള്ളീര് ടെൻഡറാണ് പറയുന്നത്. തൊട്ടൽ ബീഫ് ഞങ്ങൾക്ക് അവിടെ പാർസൽ കൊണ്ടിട്ട് വേസ്റ്റ് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ തന്നെ പാർസലൊക്കെ കൊണ്ടുപോകാണ്, നല്ലതല്ല എന്ന് പറഞ്ഞു. ഡ്രൈവിംഗ് ചെയ്ത് വരാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ്. ഇത് നോക്കും, റോങ് റൂട്ടിൽ വരുന്നത് വണ്ടീൻ്റെ ഹൈഡാക്കി, നമ്പർ പ്ലേറ്റ് ഹൈഡാക്കാം. റോങ് റൂട്ട് വരാനില്ല ഇങ്ങനെ തിരക്കുള്ള സമയത്തൊക്കെ. വരാൻ പാടില്ല റോങ് റൂട്ടിലൊക്കെ. അത് റൂൾസ് തന്നെ ഫോളോ ചെയ്യണം. ഇത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ നമ്മളെ പോലെ അറമ്പരം പഠിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ചെയ്യും റോങ് റൂട്ടിനൊക്കെ. ഞാൻ സ്കൂട്ടി ആണെങ്കിലും റോങ് റൂട്ട് പോകാറില്ല, കറക്റ്റ് വേയിലാണ്. കുറച്ച് പെട്രോൾ പോയാലും എന്താ പ്രശ്നം, സമയം പെട്രോൾ മാത്രമല്ലേ, വെറുതെ ബ്ലാക്ക് മാർക്ക് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ക്ലൈമറ്റ് വാവ്. സ്വഭാവ എന്ത് സ്വഭാവത്തിൽ കുട്ടിയുടെ മുമ്പ് ഞങ്ങളും അതിൽ ഗീച്ചൽ തുടങ്ങിയില്ല. അതിനാണ് വൈഫൈ റീചാർജ് ചെയ്തിട്ട് അവർക്ക് ഇത് നോക്കാൻ വിടുന്നത്, ഡോണൊക്കെ. ഒരു വാർഡിലെടുക്കാണ് ഗവൺമെൻറ്റിൻ്റെ വീട് വില ഓഫീസ് വില വെയിറ്റ് ചെയ്യണം. എന്താ ഇടാ വീന്നിട്ട് എന്തിനാ പോയെന്തിനാ നീന ഭയങ്കര കലട്ടെ. ഇവിടുത്തെ കുട്ടികൾ ഭയങ്കര ചോറാണ്.
അതുകൊണ്ട് അപ്പോൾ അതിനാണ് ഞാൻ ബുദ്ധിമുട്ടാണെങ്കിലും പ്രശ്നമില്ല, വൈഫൈ ഇട്ടിട്ട് തന്നെ കൊടുക്കുമല്ലോ. കുട്ടികളാണെങ്കിൽ പിന്നെ വലിയ ആൾക്കാർ സംസാരിക്കേണ്ടി വരും. കഷ്ടമാണ് കുട്ടികളെ വളർത്താൻ തന്നെ. എന്താ ചെയ്യുക, നമ്മൾ പുറത്തും പോയിട്ട് കൊണ്ടുവരണം, ഉള്ളിലത്തെ കാര്യം നോക്കണം, കുട്ടികളും ഹാൻഡിൽ ചെയ്യണം, അത് ഇത് എല്ലാം കാര്യം ഒറ്റൊരാൾ ചെയ്യുമ്പോൾ ലൈഫ് ഫുള്ള് സ്ട്രെസ്സാവും. കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രശ്നമില്ല. മൊബൈൽ ഇല്ല, മൊബൈൽക്ക് വേണ്ടി മൊബൈൽ ഇല്ല കേട്ടാ, മിണ്ടാതെ അടങ്ങി ഇപ്പം റീചാർജ് ആവും കേട്ടാ. അവനക്ക് രാവിലെ ഉച്ചയ്ക്ക് ഞാൻ റീചാർജ് ചെയ്ത് കൊടുത്തതാണ്. അവനാണെങ്കിൽ റീചാർജിൻ്റെ ആൾ, കാരണം ಅದಕ್ಕೆ ഇവിടുത്തെ കേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡയറക്റ്റ് ഓൺലൈനിലൊന്നോ ഇത് റീചാർജ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ഒന്നുമില്ല. എന്നും അങ്ങനെ തന്നെ. ഞാൻ റീചാർജ് ചെയ്തിട്ട് അവൻ 2, 3, 4 മണിക്കൂർ 5 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടാണ് അവൻ്റെ റീചാർജ് ആവുന്നത്. അവൻ മെസ്സേജ് തന്നെ നോക്കുന്നത്. നിങ്ങളെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയട്ടെ ആൾക്കാർ കേട്ടാ. ഏയ് കണ്ട എന്താ ഇതാണ് അവസ്ഥ. വീട്ടിൽ വന്നിട്ട് നല്ല വൃത്തിയാക്കി വീടാണ്. കണ്ടില്ലേ എല്ലാം വലിച്ചു കളഞ്ഞത്. തുക്കും പാൽ വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഹീറ്റ് സമയത്തൊക്കെ ബോഡി കൂളിംഗ് എഫക്റ്റാണ്. അപ്പോൾ നമുക്കുമ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെയുള്ള തുക്കും പാൽ തന്നുണ്ടായിരുന്നു. ഒന്നില്ലെങ്കിലും ഒന്ന് തുക്കും പാലുണ്ട്, ഇല്ല കാലി കസ്കസ് വാട്ടർ ആയിരിക്കും. ഏറ്റവും ഒരു ഹെൽത്തി ആയ ഒരു ഫുഡാണ് കേട്ടോ. അതായത് ഡ്രിങ്ക്സാണ്. നോമ്പ് കാലത്തിൽ നമ്മൾ എല്ലാ ജ്യൂസ് അവോയ്ഡ് ചെയ്യാം. സ്വീറ്റ് ഇട്ട ജ്യൂസ്, പിന്നെ ഐസ് ഇട്ട കൂൾ ഡ്രിങ്ക്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലുള്ള ജ്യൂസ് നിങ്ങൾ കഴിച്ചാൽ നിങ്ങളും ഹെൽത്തി ആയിരിക്കും. പിന്നെ നമുക്ക് യാതൊരു അൺഹെൽത്തി ഫുഡും ആയിട്ട് പോകുന്നില്ല. നോമ്പിൻ്റെ പ്രത്യേകത ചില ആൾക്കാരില്ല കേട്ടോ. ചില ആൾക്കാർ നോമ്പൊക്കെ പിടിച്ചാൽ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കും, ഷുഗർ ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കും, സ്പെഷ്യൽ ഫുഡൊക്കെ. പക്ഷെ മുമ്പ് കാലത്തൊക്കെ കമ്പയർ ചെയ്താൽ അവിടെയൊക്കെ ഹെൽത്തി ആയിരുന്നു ഫുഡൊക്കെ. ഇങ്ങനെയുള്ള ഇപ്പോഴുള്ള പോലത്തെ ഓരോ ജ്യൂസൊക്കെ ഇല്ലായിരുന്നു. ഓക്കെ, പിന്നെ എന്തെങ്കിലും പയർ പായസ ജ്യൂസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് നോക്കിയിട്ടുണ്ടായത്. എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ അങ്ങനെ തന്നെ നോക്കിയിട്ടുണ്ട്. 90s കിഡ്സാണ്. അപ്പോൾ നമുക്കൊരു ചെറുപ്പം മുതലേ എന്തും സ്കിന്നിന് പ്രോബ്ലം ഒന്നും വരാത്തത് കൊണ്ട് നമുക്ക് നല്ല ഫുഡ് കിട്ടിയത് കൊണ്ടാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നോക്കിയാൽ നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നെങ്കിൽ സ്കിന്നിൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് വരുന്നതാണ്. അതായത് ആ ഒരു 20 ഏജിൽ എത്തുമ്പോൾ തന്നെ വലിയൊരു ഫേസിൻ്റെ ആ ഒരു ലുക്കാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഹെൽത്തി ഫുഡ്, അത് നമ്മൾ മുഖത്തൊന്നും ഇട്ടിട്ടൊന്നുമല്ല, നമ്മൾ ഹെൽത്തി ഫുഡ് എത്രമാത്രം നമ്മൾ കഴിക്കുന്നുണ്ട് അത്രമാത്രം നമ്മൾ സ്കിന്ന് ഹെയർ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതൊരു ഹെൽത്ത് ഇഷ്യൂസും വരുന്നില്ല. ഇത് പാലാണ് കേട്ടോ. ഇവിടെ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചൂടാൻ ഇങ്ങനെ പാല വരെ എനിക്കിഷ്ടമല്ല. ഞാൻ കുറച്ച് ചൂടോടെയാണ് കേട്ടോ എല്ലാം ഇടുന്നത്. ഒരുപാട് തണുത്താലും അതൊരു ടേസ്റ്റി അല്ല. അപ്പോൾ ഞാനിതാ തുക്കും പാലാണ്, അതായത് കസ്കസാണ് കാണുന്നത്. അതാണ് കസ്കസിൻ്റെ ഒരു ഇതിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മൾ തുക്കും പാൽ പഠിച്ച റബ്ബെല്ലാം താവിന്ന് ഒരു കയ്യിൽ വർക്ക് ചെയ്താൽ ഇതുപോലെ തന്നെയാണ് മൈൻഡാക്കേണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് മിക്സാക്കി കൊടുത്തു തുക്കും പാല്. പിന്നെ നമുക്കൊക്കെ മധുരമൊന്നും ഇടാതെ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഷുഗർ ഇപ്പോൾ മുമ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു, യൂസ് ചെയ്താലൊന്നല്ല. എല്ലാ ദിവസവും ഞാൻ ഡയറ്റ് ചെയ്താലും 30 ദിവസം ഡയറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബനാന ഇട്ട് കൊടുത്തു. ഓക്കെ, കേട്ടോ. പപ്പായാണ് കട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനിവിടെ തുക്കും പാലൊന്ന് ടേബിളിൻ്റെ മുകളിൽ കൊണ്ട് വയ്ക്കട്ടെ. 6:41 ബാങ്ക്. എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുക. ഒരാളിവിടെ മൊബൈലിലാണ് പിരാന്ത് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. മൊബൈലുണ്ടോ? ഫ്രൂട്ട്സാണ്. സ്നാക്സ്, മതി. ഫുള്ള് ഞാൻ ടൈഡായിരുന്നു കേട്ടോ. അത് ബർണാക്കണ്ട അങ്ങനെ ഇട്ടിട്ട് 4 ലൈറ്റ് കലർ ചേഞ്ച് ആക്കി ഇടുന്നത്. ഡിഫറെൻ്റ് ഉണ്ടോ ഈ ലൈറ്റിന് കലർ ചേഞ്ച് ആക്കിയതാണ് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ മതി നോമ്പ് ഒരാൾ കുടിക്കുന്നേ ബാങ്കാവാതെ കുടിക്കുന്നേ. ഇതാ ഞാൻ വീഡിയോ ഇടുന്നത്. നല്ല ബാങ്കാവാതെ കുടിക്കുന്നേ. കുടിക്കരുത്. ഈ ഷോപ്പിൻ്റെ ഉമ്മ
ത് അടി കിട്ടു ബാങ്കാവുന്നവര് എന്നാ എനിക്കൊരു ഫൈനൽസ് വീട്ടൊക്കെ ആയിട്ടില്ല ഇല്ലാന്ന് ബാങ്കായി അത് കഴിച്ചാൽ അവിടെ ഇത് വരും ഗോസ്റ്റ് വരും ആ ഈ ഷോപ്പടി എടുത്തപ്പാ മൊയ്സ് ആ ഇരിക്കവിടെ മിണ്ടതിരിക്കണ്ട ഇരിക്ക എല്ലാ ബാങ്കാവുമ്പോ എടുത്തിട്ട് തിന്നാ മതി കേട്ടാ സബുറക്ക് ബാങ്കാവുന്നവർ അത് അടിയാക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അടിയാക്കരുത് ഗലട്ടാക്കണ്ടേ ഇഷു മിണ്ടല്ല ഇഷു നീ വലിയ ആക്കാൻ ഇഷു കാണുന്നുണ്ട് ഇഷു വീഡിയോ എല്ലാം ഫുള്ളോ നീ ആക്കുന്നത് ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടന്നെ ഞാൻ വെച്ചിട്ടുള്ളൂ നിങ്ങൾ ഫൈറ്റ് ആക്കുന്നത് എല്ലാം കാണും ഇതില് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന ലൈവാണ് ഇത് ലൈവാണ് വീഡിയോ അല്ല ആൾക്കാർ വന്നിത് ഹായ് ചോദിക്കുന്ന ഹവാരിയോ ഹായ് ബാങ്കാവുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് അതാ മൊയ്സിനോട് ഒരാൾ പറയുന്നത് ബാങ്കാവുന്നവരെ വെയിറ്റ് ചെയ്യുന്നത് നോമ്പ് കാലത്ത് ഒന്ന് പറഞ്ഞാൽ 70 സ്വഭാവത്രേ പക്ഷെ എന്താ ചെയ്യാ നോമ്പ് തുറക്കുമ്പോ തന്നെ വാങ്ങാമ അവിടെ കുടിക്കണം ഇല്ലെങ്കിൽ നടിക്കിട്ട ഉമ്മനെ വിളിച്ചു വായിച്ചു പോ ഹലിമ കാക്കാണ് ഉമ്മ അതാ മൊയ്ജ് എന്താക്കുന്ന മൊയ്ജ് സബറാക്ക മൊയ്സ് അവിടെ ബാങ്കാവുന്നവർ തൊട്ടാ എന്താക്കണം തൊണ്ട ബാങ്കാവുന്നവരെ നിക്കണം സബറെടുക്കണം അതെന്താ നിങ്ങൾ ഒരുപാട് ബാറിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ബാങ്കാവുന്നവരെ ചോദിച്ചപ്പോ കോമഡി ഒന്നും വേണ്ട ഇതാർക്കാണ് കോമഡി ഫോളോ ആക്കുന്ന കോമഡി അപ്പൊ നമ്മളെ ബാങ്കൊക്കെ ആവണം ഒരാൾക്ക് സബറില്ല ചേട്ടന് സബറില്ല ചെറുതിന്റെ സബർ നഷ്ടപ്പെട്ടിട്ടാണ് എന്താ 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 എന്ത് ഞാൻ വിടുന്നില്ല എന്ത് ഞാൻ ചോറാണ് ഞാൻ എവിടെ നിന്ന് അടിച്ചു എന്ത് പിന്നെ എന്ത് പിന്നെ ഉമ്മാനെ വിളിച്ചു ഉമ്മോട് പോടി ബാങ്കാവുന്നായി നിക്ക് അടിക്കരുത് എവിടെ ഇരുന്നു മോയിച്ചു വാശി പിടിക്കരുത് വാശി പിടിക്കരുത് ബാങ്ക് വന്ന സമയ അത് ഡേറ്റ്സിലൂടെയാണ് ഫസ്റ്റ് ഫ്രൂട്ട്സ് ആൻഡ് ഡേറ്റ്സ് അത് വെച്ചവിടെ വെച്ചത് ജ്യൂസ് കുടിയാ ഇപ്പഴ ഉമ്മനെ കൂട്ടി വായിച്ചു ഉമ്മ കറിയില്ല ബാങ്ക് വന്നു നോമ്പ് വന്നു സ്കൂളിൽ പോകുമ്പോ ബാങ്കല്ലേ നുപ്പാട്ടിലേത് പിടിച്ചോള തന്ന വാവണ്ണ അപ്പൊ എന്റെ മുത്തു എന്താക്കാണ് മുത്തു സാരിട്ടാ ഹാപ്പി എന്ന് പറഞ്ഞ ക്ലാപ്പ് തന്ന
മൊയ്സ് ഹാപ്പി ആയ ഡെയിലി വന്ന് ഹോംവർക്ക് ആക്കുന്നല്ലേ സ്കൂളിൽ പോകുന്നുണ്ടല്ലേ മൊയ്സ് ഇതെന്താണ് എഴുതുന്നത് വാവണ സബ്ജക്റ്റാ എന്ത് സബ്ജക്റ്റാ അതെ അതെ ആര് പറഞ്ഞു തന്നു വാവണ ആണോ വെത്തക്കുന്ന ഇന്നെന്താ നീ സ്നാക്സ് തിന്നത് സ്നാക്സ് ടേസ്റ്റ് ഇല്ല നിന്നെ എന്താ നിന്നെ ബാഡ് ബോയ് എന്ന് ചൊല്ലാത്തെ ക്ലാപ്പ് ആക്കിയാ അപ്പൊ നീ എപ്പോൾ ക്ലാപ്പ് എടുക്കുന്ന സ്കൂളില് അപ്പൊ നീ ഗുഡ് ബോയ് അല്ലേ അപ്പൊ ഉമ്മ മാത്രം നിന്റെ ബാഡ് എന്ന് പറയുന്ന ഇല്ലേ പറയുന്നില്ലേ നീ എന്ത് വീട്ടില് കുർത്തക്കേട് പോലെ ആക്കുന്നേ വീട്ടിലെന്തോ കുർത്തക്കേട് വീട്ടിൽ ഭയങ്കര ഉപദ്രാക്കുന്നേ അത് നിസ്കരിക്കുമ്പോ തലക്കിടുന്ന തൊപ്പി நான் ದಾಲ್ಕೊಂಡ ಬ್ರದರ್ ದಾಲ್ಕೊಂಡ ಫ್ರೆಂಡ್ ಡ್ರೆಸ್ ಇತ್ತೆ തന്നെ ഇത് നിന്റെ ബ്രദർ ഡ്രസ് നോട്ട് എ ഫ്രണ്ട് ഡ്രസ് ದಾಲ್ಕೊಂಡ ಫ್ರೆಂಡ್ ಡ್ರೆಸ್ ഇtte തന്നെ അപ്പൊ നിന്റെ ബ്രദറിന്റെ ഫ്രണ്ടാ അല്ല പിന്നെ ದಾಲ್ಕೊಂಡ ഫ്രണ്ട് ഡാർക്കോണിന്റെ ഫ്രണ്ടാ അല്ല പിന്നെ ದಾಲ್ಕೊಂಡ തന്നെ ഡാർക്കോണൽ എവിടെ ഉണ്ടോ ഗേരേജ് കളിക്കുന്ന ഗെയിംസ് ആണോ ഓ ഞാൻ വിചാരിച്ച സ്കൂൾ കുട്ടി ആരെങ്കിലും ആയിരിക്കും എന്നുള്ളത് തന്നെ നിനക്ക് ഗെയിം ഇഷ്ടാണോ കളിക്കുന്നത് അതുകൊണ്ടാ മൊബൈൽ പിരാന്ത് കാണിക്കുന്നേ ഇല്ലേ നീ മൊബൈൽ പിരാന്തനല്ലേ ടി വി പിരാന്താണോ മൊബൈൽ പിരാന്തല്ലേ പിന്നെ ടി വി പിരാന്താണോ ടിവിയിൽ ഗെയിം ഡൗൺലോഡ് ആക്കാനാവൂലല്ലോ മൊയ്ജ് ടിവിയിൽ ഗെയിം ഡൗൺലോഡ് ആക്കാനാവൂലല്ലോ മൊബൈൽ അല്ല മൊബൈൽ തൊട്ട് പോറത് അല്ല പിന്നെ എന്താക്കുന്നേ യൂട്യൂബ് ടിവിയിലുണ്ടല്ലേ ഉണ്ടോ യൂട്യൂബ് ടിവിയിലുണ്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ പറഞ്ഞ ഹോംവർക്ക് ആക്കി കഴിഞ്ഞല്ലേ ഹോംവർക്ക് ആക്കി കഴിഞ്ഞില്ലേ നല്ല ലാസ്റ്റ് ചോദിക്കുന്ന മൊബൈൽ ഉണ്ടോ നല്ലക്ക് സോപ്പിട്ട് വന്ന് മൊബൈൽ ചോദിക്കുന്നു നീ പോ തീണപ്പോ ഇപ്പൊ ഈ മൊബൈൽ ഉണ്ട് ഞാൻ പറഞ്ഞ വീഡിയോ ലൈവിലുണ്ട് ആൾക്കാർ നോക്കുന്നു ഇതാ മൊയ്സ് മൊബൈൽ എടുക്കുന്നില്ല നല്ല കുട്ടിയാ സ്കൂളിൽ ക്ലാസ് ടീച്ചർ നോക്കുന്നു മൊബൈൽ ഇത് ലൈവിലുണ്ട് ടീച്ചർ ഞാൻ പറഞ്ഞില്ല ഗൈസ് സോപ്പിട്ട് വന്നിട്ട് മൊബൈൽ നീ സോപ്പിട്ട് സോപ്പിട്ട് വരുമ്പോ തന്നെ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഇത് മൊബൈലിക്ക് വേണ്ടി ഒരു വലിച്ചിട്ട് വട്ടം ഓടി പോവാന്ന് ചാർജ് വെച്ച മൊബൈല് ഇല്ല ചാർജ് ഇല്ല നോക്കുന്നു ഇല്ല മൊബൈൽ ഇല്ല മൊബൈൽ കണ്ണ് കയ്പെടുക്കും ഇതാ കണ്ണ് കുത്തുന്നു കണ്ണൊക്കെ മുളകിടട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇത്രയ്ക്ക് നല്ല മൊബൈലില്ല ടിവിയിലുണ്ട് പോ ലൈറ്റ് ഫക്കി ബാന്റെ മുത്ത് പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ട ഇത് പറയും ആൾക്കാരോട് പറയും വീഡിയോ ഇഷ്ടപ്പെട്ടാല് പറയുമ്പോ അങ്ങനെ പലിക്കല്ലേ കേടോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് പറയും ചോട്ടണ്ടല്ലോ ചോട്ടം